വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ ഇപ്പോൾ മോർണിംഗ് ആണ്, നല്ല മോർണിംഗ് ആണ്. 7:30 ആണ് ഇപ്പോൾ ടൈം. അപ്പോൾ ഇന്നത്തെ വ്ളോഗ് എന്ന് പറയുന്നത് ഒരു ഡെയിലി വ്ളോഗ് പോലെ തന്നെ പ്ലസ് ചെറിയൊരു പരിപാടി ഉണ്ട്. ഇന്ന് മോർണിംഗ് ചേട്ടൻ്റെ ഒരു ആൻറ്റിയുടെ വീട്ടിലെ വീട് പാർക്കിലാണ്. സോ അവിടേക്ക് പോകാൻ നിൽക്കുകയാണിപ്പോൾ. അപ്പോൾ മോർണിംഗ് അതായിരിക്കും പരിപാടി. പിന്നെ ഉച്ച കഴിഞ്ഞാൽ യൂഷ്വലായിട്ടുള്ള സംഭവങ്ങൾ തന്നെ. അപ്പോൾ ഇന്നലെയായിരുന്നു ഉണ്ണിയുടെ മുട്ടടിക്കൽ. അപ്പോൾ അത് കാരണം കാലൊക്കെ നല്ല വേദന എടുക്കുക, പടിയൊക്കെ കയറി ഇറങ്ങിയിട്ട്. അതുപോലെ തന്നെ സൗണ്ടിനും എന്തോ ഒരു തകരാറ് പറ്റിയിട്ടുണ്ട്. പ്രോബബ്ലി ഉണ്ണീനോട് കിടന്ന് കീറിയിട്ട് തന്നെയാണ്, സൗണ്ട് സംസാരിച്ചിട്ട് തന്നെയാണ് സൗണ്ടിന് എന്തോ ഒരു പ്രശ്നം വന്നിട്ടുണ്ട്. അപ്പോൾ ഞാനിപ്പോൾ റെഡിയാകാൻ വന്നിടക്കാണ്. കുളിക്കണം, റെഡിയാവണം. ഇനിയിപ്പോൾ ഉണ്ണികളെ റെഡിയാക്കണം. ഉണ്ണികളെ കൊണ്ടുപോകുന്നുണ്ട്, രണ്ടുപേരും കൊണ്ടുപോകേണ്ട, എല്ലാവരുമായിട്ട് പോണത്. അപ്പോൾ ഉണ്ണികളൊന്നും കുളിപ്പിക്കുന്നില്ല, നേരത്തെ ആയതുകൊണ്ട് 3 പേരും കുളിപ്പിക്കുന്നില്ല. ഞങ്ങൾ മാത്രം റെഡിയായിട്ട് പോവാണ് ഇപ്പോൾ ചെയ്യേണ്ടത്. അപ്പം ഞാൻ വേഗം റെഡിയായിട്ട് വേണം അവരെ സെറ്റാക്കാനായിട്ട്. കണ്ടോ, ആമി എണീറ്റിട്ടുണ്ട്, കൊച്ചു അവനും എണീറ്റിട്ടുണ്ട്. അപ്പോൾ നമുക്ക് അവരെ റെഡിയാക്കാം. ഞാൻ റെഡിയാവട്ടെ, ഞാൻ പോയി കുളിച്ച് ഫ്രഷായിട്ട് റെഡിയായിട്ട് വരാം. എന്നിട്ട് നമുക്ക് ഉണ്ണികളെ റെഡിയാക്കാം. ഉണ്ണികളെ റെഡിയാക്കാനൊക്കെ ഞാൻ ടൈം ഉണ്ടെങ്കിൽ വീഡിയോ എടുക്കാം. നമുക്കൊരു നേരത്തെ പോകണമെന്ന് പറഞ്ഞിട്ടുണ്ട്. 7 മണിക്കായിരുന്നു ടൈം, ഇപ്പത്തിന് ഓൾറെഡി സമയമായിട്ടുണ്ട്. പിന്നെ ഉണ്ണികളൊക്കെ ആയിട്ട് നമുക്ക് നേരത്തെ പോകാൻ പറ്റില്ലല്ലോ. അപ്പോൾ ഞാൻ പോട്ടെ. ഇപ്പോൾ നിങ്ങളെൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുകയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണം, സപ്പോർട്ട് ചെയ്യണം. അതുപോലെ തന്നെ ലൈക്ക് ചെയ്യണം. എന്തെങ്കിലും അഭിപ്രായങ്ങളും റെക്കമെൻഡേഷനും ഒക്കെ ഉണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിൽ പറയണം. അതുപോലെ ഷെയർ ചെയ്ത് കൊടുക്കുക. അത്ര തന്നെ. ഉണ്ണികളെ റെഡിയാക്കാനത് എടുക്കാൻ പറ്റില്ല കേട്ടോ. നേരം ഒരുപാട് വൈകിയോണ്ട് തന്നെ എന്തൊക്കെയോ ചെയ്ത് സെറ്റാക്കി എടുത്തു. ഞാൻ തന്നെ എന്തൊക്കെയോ കാണിച്ചു കൂടിയിട്ടാണ് ഇരിക്കുന്നത്. പോരുന്ന സമയത്ത് ക്ലിപ്പ് കാണാനുണ്ടായിരുന്നില്ല മുടി കെട്ടാനായിട്ട്. പിന്നെ മുടി ഞാൻ അഴിച്ചിടാൻ പറ്റാത്തതുകൊണ്ട് എങ്ങനെയൊക്കെയോ ഒപ്പിച്ചിട്ടാണ് ഇപ്പോൾ ഇരിക്കുന്നത്. 7 മണിക്കായിരുന്നു പാലുകാച്ചൽ. അപ്പം എത്താനാണ് പറഞ്ഞത്. പക്ഷേ ഉണ്ണികളൊക്കെ ഉള്ളതുകൊണ്ട് തന്നെ അത്രയും നേരത്തെ പോകാൻ പറ്റാത്തതുകൊണ്ടാണ് 9 മണിക്കെങ്കിലും ഇറങ്ങാമെന്ന് കരുതി ഇപ്പോൾ ഇറങ്ങിയിട്ടുള്ളത്. എന്തേടി ഭയങ്കര സന്തോഷാലോ. മുടിയിട്ട് ചേട്ടാ ചേട്ടാ ഒന്നിരിക്കണ അതിലേ മറ്റേ ഗ്ലാസ് താഴ്ത്തണ അപ്പുറത്തൊരു ഹോള് കണ്ട, അവിടെ ഒരു ബണ്ണുണ്ടാവും. എനിക്ക് എടുത്തൊന്നു ഇല്ല. നമ്മുടെ വീടിൻ്റെ അടുത്ത് തന്നെ കേട്ടോ, അധികം ദൂരമൊന്നുമില്ല, 1 കിലോമീറ്ററിൻ്റെ ഉള്ളിൽ തന്നെ ആയിരുന്നു. അതുകൊണ്ട് ഉണ്ണി ഫ്രണ്ടിൽ നിന്നു, ബാക്കിൽ ഞാനും അമ്മയും കൂടിയിട്ടാണ്. അമ്മ കൊച്ചുവിനെ പിടിച്ചിരുന്നു, ഞാൻ ആമീനെ പിടിച്ചിരുന്നിട്ടാണ് പോകുന്നത്. ഉണ്ണി ഇങ്ങോട്ട് നോക്കിയേ, ഉണ്ണിയുണ്ട് നോക്ക് മുട്ട നോക്കണ്ടേ. നോട്ട് ഉണ്ണി കൊണ്ട് നോക്ക്. നോക്കി അമ്മ നോക്കി.
അപ്പോൾ അമ്മയുടെ ചേച്ചിമാരൊക്കെ അവിടെ ഉണ്ടായിരുന്നു. അപ്പോൾ ഉണ്ണികളെ കണ്ടപ്പോൾ എല്ലാവരും വന്ന് എടുക്കലൊക്കെ ആയിരുന്നു. അപ്പോൾ കൊച്ചുണ്ണി അമ്മയുടെ ചേച്ചി വന്ന് എടുത്തിട്ടുണ്ട്. അപ്പോൾ അവനങ്ങനെ പരിചയക്കുറവൊന്നുമില്ല കേട്ടോ. ആമയാണ് പെശക്. ആമയ്ക്ക് പുറത്തിറങ്ങി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എല്ലാവരെ കണ്ടാലും അവൾ കരയും. അവൾക്ക് എല്ലാവരോടും ഭയങ്കര പരിചയക്കുറവാണ്, പരിചയക്കേടും വാശിയൊക്കെയാണ്. കണ്ട ഒരു വാശിയിലും ഒന്നുമില്ല. നല്ല കുട്ടനാ അല്ലേ അല്ലേ? ഒരു മണിക്കൂർ 2 മണിക്കൂറിൻ്റെ വീട്ടിലേക്ക് തിരിച്ചു വരുന്നുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ ഉണ്ണികൾക്ക് പാലൊന്നും അങ്ങനെ കയ്യിൽ കരുതിയിരുന്നില്ല. വീട്ടിൽ നിന്ന് ഓൾറെഡി ഫീഡ് ചെയ്തിട്ടാണ് കൊണ്ടുചെന്നത്. പക്ഷെ അവിടെ എത്തി കുറച്ച് കഴിഞ്ഞപ്പോൾ രണ്ടുപേരും ചെറുതായിട്ട് നടഞ്ഞു തുടങ്ങി. അമ്മി പിന്നെ എത്തിയപ്പോൾ തന്നെ തുടങ്ങി. കൊച്ചും അധികം ഉണ്ടായിരുന്നില്ല. പക്ഷെ കുറച്ച് കഴിഞ്ഞപ്പോൾ എല്ലാവരും ഇങ്ങനെ മാറി മാറി എടുത്തപ്പോൾ കൊച്ചും ചെറുതായിട്ട് വാശി പിടിച്ചു തുടങ്ങി. കൊച്ചു കരഞ്ഞു തുടങ്ങിയിട്ടുണ്ടെങ്കിൽ എന്തെങ്കിലും ഒന്ന് കഴിച്ചാലേ അവൻ മിണ്ടാണ്ടാവും, അല്ലെങ്കിൽ വാശിയൊന്ന് കുറയും. എടുത്താലൊന്നും ആമയ്ക്ക് പിന്നെ എടുത്തു കഴിഞ്ഞാൽ അവൾ വാശി കുറയ്ക്കും. പക്ഷേ കൊച്ചുവിന് അങ്ങനെയല്ല. അപ്പോൾ അവന് ഞാൻ ഇഡ്ഡലിയിൽ പാലൊഴിച്ചിട്ട് ഇപ്പോൾ കറൻറ്റിലേക്ക് കൊടുത്തുകൊണ്ടിരിക്കുന്നത്. ഞാൻ വീട്ടിൽ നിന്ന് 2-3 വട്ടം മുൻപ് അങ്ങനെ കൊടുത്തിട്ടുണ്ട്. അവൻ കഴിക്കാറൊക്കെ ഉണ്ട്. അപ്പോൾ നന്നായിട്ടിങ്ങനെ ചെറുതായിട്ടിങ്ങനെ നന്നായി സോഫ്റ്റ് പോലെ ആക്കി കുറച്ച് കൊടുക്കുമ്പോൾ എന്താ രണ്ടുപേരും വാശിയാലോ? അങ്ങനെ ഉണ്ണികളായിട്ടിരിക്കുമ്പോഴാണ് ചേട്ടൻ പെട്ടെന്ന് വന്ന് വിളിച്ചത്. തൊട്ടടുത്തൊരു അമ്പലമുണ്ട്, അവിടെ പോയിട്ടൊന്ന് നോക്കാമെന്ന് പറഞ്ഞിട്ട് അങ്ങനെ ജസ്റ്റ് ഒന്ന് ആ അമ്പലം കാണാൻ വന്നതാണ്. അവിടേക്ക് ചെന്നപ്പോൾ നല്ല അമ്പലം, നല്ല എന്താ പറയുക, ഭയങ്കര ഒരു വിൻറ്റേജ് ഫീൽ തരുന്ന ഒരു അമ്പലമായിരുന്നു. ഞാനുണ്ട്. അയ്യോ വെള്ളല്ലേ? നീല കളറല്ലേ? നല്ല രസമുണ്ടല്ലേ? നോക്കി തീർന്നു. അയ്യോ നല്ല രസമുണ്ടല്ലേ? നീല കളർ. നീല അത് പച്ചയാ? പോത്തോടിക്കും, പോത്തോടിക്കും. അതെങ്ങനെ നോക്കണേ? അങ്ങനെ പോട്ടെ. ശരി ശരി. നല്ല രസമുണ്ട്. വായോ വായോ നോക്ക്. ഞാൻ ഒന്ന് കാലഴിക്കിട്ട് തരാം. ഇവിടെ കുളിക്കും തോന്നുന്ന ആൾക്കാര് ചില മോന്തൂത്തി വീഴല്ലേ? ചെക്കമിട്ട് കഴിഞ്ഞാൽ അറ്റത്തെത്തുണ്ടോ? മുറുക്കി പിടിച്ചോട്ടാ. മതി മതി. എനിക്കിപ്പോഴായി പിന്നെ മണ്ണും പുണ്ണും തിരിച്ചറിയാത്ത അവസ്ഥയാണ്. അത് പച്ച കളറായിരുന്നു. ഞാൻ തന്നെ നീലാന്ന് പറഞ്ഞിട്ട് നിൽക്കണ്ടായിരുന്നു. അത് ഇപ്പോഴത്തെ ഒരു അവസ്ഥയുടെ ഒരു ഭാഗമാണ്. ആ അവസ്ഥ എന്ന് പറയുന്നത് ഒരു ബോധക്ഷയം പോലെയാണ് ഇപ്പോൾ എല്ലാ കാര്യങ്ങളും എൻ്റെ ജീവിതത്തിൽ നടന്നുകൊണ്ടിരിക്കുന്നത്.
എന്ന് പറഞ്ഞാൽ ഇന്ന് നടന്നതൊന്നും എനിക്ക് നാളേക്ക് ഓർമ്മയുണ്ടാവില്ല, അതാണ് കാര്യം. അങ്ങനെ അവിടെ നിന്ന് തിരിച്ചു വരുമ്പോഴേക്കും കൊച്ചു നല്ല ഉറക്കമായിട്ട്, ആമി പിന്നെ ഉറങ്ങിയിട്ടുമില്ല. ആളിങ്ങനെ വാശി പിടിച്ചിരിക്കുന്നുണ്ട്, ഉറക്കമൊക്കെ വരുന്നുണ്ടെന്ന് തോന്നുന്നു, കൂട്ടുവാക്കി കിട്ടുന്നുണ്ട്. പക്ഷെ ഇങ്ങനെ മടിയിൽ തന്നെ ഇരിക്കുകയായിരുന്നു കേട്ടോ. അവൾക്ക് പുറത്തിറങ്ങി കഴിയുമ്പോൾ നമ്മൾ തന്നെ എടുക്കണം, നമ്മളെ പരിചയമുള്ളവർ തന്നെ എടുക്കണം, അല്ലെങ്കിൽ അവൾ വൻ സീനാക്കും. അങ്ങനെ കുറച്ച് നേരം കഴിഞ്ഞപ്പോഴേക്ക് ഞങ്ങൾ അവിടെ നിന്ന് ഇറങ്ങി. കാരണം ചേട്ടന് ഉച്ച കഴിഞ്ഞ് വേഗം തന്നെ ഡ്യൂട്ടിക്ക് പോകണമായിരുന്നു. ചേട്ടന് പുറങ്ങളി ഉണ്ടെന്ന് പറഞ്ഞിരുന്നു. അപ്പോൾ വീട്ടിലെത്തിയിട്ട് വേണം ഡ്യൂട്ടിക്ക് പോകാനായിട്ട്. പിന്നെ വീട്ടിലെത്തി കുറച്ച് നേരം കഴിഞ്ഞപ്പോഴേക്ക് ഉണ്ണി ഉറങ്ങി, കൊച്ചു ഉറങ്ങി, ആമി അപ്പോഴും ഉറങ്ങിയിട്ടില്ല. അച്ഛനും മോളും കൂടി നല്ല കളിയായിരുന്നു. ഞാൻ ഡ്രസ്സ് മാറാൻ വേണ്ടി വന്നാട്ടോ. അപ്പോൾ റൂമിലാണെങ്കിൽ മോർണിംഗ് ഉണ്ണികൾക്ക് ഡ്രസ്സ് തപ്പിയിട്ട് സകലതും ഞാൻ വലിച്ചു വാരി പുറത്തിട്ടിട്ടുണ്ട്. എനിക്കിത് വരെ ഉണ്ണികളുടെ ഡ്രസ്സ് എങ്ങനെ സോർട്ടാക്കി വെച്ചാലും എന്തെങ്കിലും ഒരു ആവശ്യത്തിന് ഞാൻ പുറത്തിറങ്ങുമ്പോൾ എല്ലാം ഞാൻ വലിച്ചു വാരിടും. പിന്നെ എല്ലാം കൂടി ഉരുട്ടിയിട്ട് ഇങ്ങനെ എന്തെങ്കിലും കവറിലാക്കി വെക്കും. പിന്നെ വീണ്ടും മാറ്റി മാറ്റി വെക്കും. പിന്നെ വീണ്ടും എല്ലാം കൂടി ഉരുട്ടും. അത് എൻ്റെ സ്ഥിരം പരിപാടിയാണ്. ഇതിനൊരു പരിഹാരം തപ്പി നടക്കുകയാണ് ഞാൻ. കുറേ ആയിരിക്കണം. ആദ്യം എൻ്റെ ഉണ്ണിയുടെ ഡ്രസ്സുകൾ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ, അതുതന്നെ ഞാൻ കൂട്ടിക്കുഴക്കായിരുന്നു. ഇപ്പോൾ എല്ലാവരുടെ കൂടെ ഡ്രസ്സ് ആയി കഴിഞ്ഞപ്പോൾ വെക്കാനും സ്ഥലമില്ല. നിറച്ച് കുട്ടികളുടെ ഡ്രസ്സൊക്കെ എന്ന് പറഞ്ഞാൽ കുഞ്ഞിതിലെ തൊട്ടുള്ള എനിക്കൊന്നും അങ്ങനെ കളയാൻ തോന്നില്ല. ഉണ്ണികളുടെ ഉടുപ്പായതുകൊണ്ട് എല്ലാം ഞാൻ സൂക്ഷിച്ച് വെക്കും. സൂക്ഷിച്ച് വെച്ച് ഇപ്പോൾ ഡെയിലി യൂസ് ചെയ്യുന്ന ഡ്രസ്സ് പോലും വെക്കാൻ സ്ഥലമില്ലാത്തോ എല്ലാതും ഇങ്ങനെ കുന്നുകൂടി പെരുകി നിലത്ത് വീണുകൊണ്ടിരിക്കുകയാണ് കബോർഡ് തുറക്കുമ്പോഴേക്കും. പിന്നെ എങ്ങനെ ഒതുക്കിയാലും എന്തെങ്കിലും ഒരു ആവശ്യത്തിന് പുറത്ത് പോകാൻ നോക്കുമ്പോൾ എനിക്ക് ആവശ്യമുള്ളതൊന്നും കാണില്ല. അപ്പോൾ ഞാൻ എല്ലാം അങ്ങനെ ഓരോന്നോരോന്ന് വലിച്ച് താഴ്ത്തിക്കിടും. അതെൻ്റെ സ്ഥിരം പരിപാടിയാണ്. പിന്നെ ഇന്ന് ലഞ്ചിന് ഉപ്പേരി ഉണ്ടാക്കുന്നത് ഞാനാണ്. കാരണം ഈ സോയാബീൻ ഇണങ്ങി ഞാനായിരിക്കും വെക്കുക. കാരണം അമ്മയ്ക്ക് ഈ സോയാബീൻ എങ്ങനെയാണ് കൈകാര്യം ചെയ്യേണ്ടതെന്ന് അറിയില്ല, അത് ഞാനാണ് ചെയ്യുക. സോയാബീനുള്ള ദിവസം മാത്രമാട്ടോ ഞാൻ ഉപ്പേരിക്ക് വെക്കുള്ളൂ. ബാക്കി എല്ലാതും അമ്മ തന്നെയാണ് ചെയ്യുക. സോയാബീൻ ചേട്ടന് ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ ചേട്ടന് അടുപ്പിച്ചുണ്ടാക്കി കൊടുത്താലും ചേട്ടൻ കഴിക്കും. അപ്പോൾ ഇതിന് തലേന്നും സോയാബീൻ തന്നെയായിരുന്നു. അപ്പോൾ ഓൾറെഡി വെവിച്ചതൊക്കെ ഇരിക്കുന്നുണ്ട്. അപ്പോൾ ജസ്റ്റ് ഒന്ന് കട്ട് ചെയ്ത് റെഡിയാക്കുകയാണ്. സോയാബീനിൽ ഞാൻ മുൻപ് ഒരുപാട് പരീക്ഷണം നടത്തി തോറ്റിട്ടുള്ള ഒരാളാണ്. പിന്നെ ഈ റെസിപ്പി എങ്ങനെയോ ഒരു ചക്കിട്ടപ്പോൾ മുയൽ ചത്ത പോലെ റെഡിയായി കിട്ടിയതാണ്. പിന്നെ അത് കണ്ടിന്യൂസ് ആയിട്ട് അത് ഉണ്ടാക്കി ഇപ്പോൾ അതിലൊരു എക്സ്പേർട്ടായി മാറിക്കഴിഞ്ഞു. ചേട്ടന് അങ്ങനെ വെജിറ്റേറിയനുകൾക്ക് വരുമ്പോൾ അങ്ങനെ പിക്കിയായിട്ടൊന്നും പറയൊന്നുമില്ല. പക്ഷേ ഈ ഒരു സംഭവം ആണെങ്കിൽ ഇടയ്ക്കിടയ്ക്ക് പറയും സോയ മതി എന്നുള്ളത്. പിന്നെ എന്തെങ്കിലും ഒരു സംഭവം ഉണ്ടാക്കി കൊടുത്ത് അതിന് നല്ലൊരു അഭിപ്രായം കിട്ടിക്കഴിഞ്ഞാൽ പിന്നെയും ഇത് പറയുമ്പോൾ ഉണ്ടാക്കി കൊടുക്കാൻ എനിക്ക് ഭയങ്കര ഒരു ഇൻട്രസ്റ്റ് ആണ്. ഇതുണ്ടാക്കാൻ ഒരുപാട് സമയമൊന്നും വേണ്ട കേട്ടോ. ജസ്റ്റ് ഒരു 30 മിനിറ്റ് ഉണ്ടെങ്കിൽ നമുക്ക് ബും എന്ന് പറയുന്ന പോലെ ഇത് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. അപ്പോൾ ഇതെങ്ങനെയാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ ഫുൾ മസാലകളില്ലേ, ഈ മഞ്ഞൾപ്പൊടി, മുളക് പൊടി, മല്ലിപ്പൊടി, ഉപ്പ്, ഗരം മസാല ഉണ്ടെങ്കിൽ അതൊക്കെ ഇട്ട് സോയാബീൻ ഓൾറെഡി നമ്മൾ വെവിച്ച് സോക്ക് ചെയ്ത് അതിൻ്റെ വെള്ളമൊക്കെ ഊറ്റിയിട്ട് വെക്കില്ലേ, അതിലേക്ക് ഇടാം. ഈ വലിയ സോയാബീനെക്കാട്ട് നല്ല ചെറിയ കുഞ്ഞി ബോൾ പോലത്തില്ല, അതായിരിക്കും കൂടുതൽ നല്ലത്. എന്നിട്ട് ജസ്റ്റ് നന്നായി മസാലയൊക്കെ തേച്ച് വെച്ചിട്ട് പിന്നെ വെളിച്ചെണ്ണ ചൂടാക്കിയിട്ട് അത് നന്നായിട്ട് ഡീപ്പ് ഫ്രൈ ചെയ്തെടുക്കും. എന്നിട്ട് പിന്നെ ഡീപ്പ് ഫ്രൈ ചെയ്തെടുത്ത് മാറ്റി വെച്ചിട്ട് പിന്നെ ആ വെളിച്ചെണ്ണയിൽ തന്നെ കുറച്ച് വെളിച്ചെണ്ണയൊക്കെ നമ്മൾ മാറ്റി വെച്ചിട്ട് കുറച്ച് വെളിച്ചെണ്ണയിൽ പിന്നെ സവോള, തക്കാളി, ഇഞ്ചി, പച്ചമുളക്, വേപ്പില അതൊക്കെ ഇട്ടിട്ട് ചെറിയൊരു മസാല പോലെ ഇടും. പ്രത്യേകിച്ച് മസാല ഒന്നും അതിൽ ഇടയില്ല. ജസ്റ്റ് അത് എന്താ പറയുക, പ്ലെയിനായിട്ട് അതൊന്ന് വഴറ്റിയെടുക്കും, ഉപ്പ് മാത്രം ഇട്ടിട്ട്. ലാസ്റ്റ് പിന്നെ വറുത്ത സോയാബീൻ, അതായത് ഫ്രൈ ചെയ്ത് വെച്ച സോയാബീൻ അതിലിട്ടിട്ട് മിക്സ് ചെയ്തെടുക്കും. അങ്ങനെയാണ് ഈ ഒരു റെസിപ്പി ഞാൻ ഉണ്ടാക്കിയെടുക്കുന്നത്. ഇത് ഞാൻ ഇത്ര എടുത്തുള്ളൂ. പിന്നെ അപ്പുറത്ത് കുറച്ച് വേറെ പരിപാടികൾ നടക്കുന്നുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ ഞാൻ ഇതിൻ്റെ ബാക്കി എടുക്കാൻ ഞാൻ മറന്നുപോയി. അപ്പുറത്ത് സ്റ്റാർ തൂക്കുണ്ടായിരുന്നു, അതുപോലെ തന്നെ ഉണ്ണികളുടെ ഫോട്ടോ ഒക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ ഞാൻ കോൺസെൻട്രേഷൻ പിന്നെ അതിൽ കൊടുത്തപ്പോൾ ഇതിൻ്റെ ബാക്കി ഞാൻ എടുക്കാൻ മറന്നുപോയി. ചെരിഞ്ഞു ഒന്ന് ഇങ്ങനെ വെക്കി. അത് ഊരിക്കളന്നിട്ട് അവിടെ ഇതാക്കി. അങ്ങനെ അതൊക്കെ വോളിൽ സെറ്റാക്കി. ചേട്ടന് 2:30 ആകുമ്പോഴേക്കും പോകണം. അപ്പോൾ അതിന് മുൻപ് തന്നെ ഉണ്ണിക്ക് കൂടി ഫുഡ് കൊടുക്കുകയാണ്. അപ്പോൾ 2 പേര് ഒരുമിച്ചാണ് ഫുഡ് കഴിക്കുന്നത്. ഉണ്ണിക്ക് അങ്ങനെ ഞാൻ സോയ കൊടുക്കണില്ല. ഇപ്പോൾ ഉണ്ണിക്ക് സാധാ നമ്മുടെ പരിപ്പ് കയറി കൂട്ടാണ് ഇപ്പോൾ ചോറ് കൊടുക്കുന്നത്. പിന്നെ ലാസ്റ്റായിട്ടൊരു വ്ളോഗിൽ ഞാനൊരു സ്റ്റാർ വാങ്ങിയിരുന്നില്ലേ, അപ്പോൾ ഒന്ന് ആ സ്റ്റാറിന് ഉള്ളിൽ നമ്മൾ ബൾബ് ഇട്ടിരുന്നു. അപ്പോൾ നൈറ്റ് ആക്കിയപ്പോൾ ഇങ്ങനെയാണ് കത്തിച്ച് ഇട്ടിയത്. അപ്പോൾ ഇന്നത്തെ വ്ളോഗും വിശേഷങ്ങളൊക്കെ ഇത്രയേ ഉള്ളൂ. അപ്പോൾ നിങ്ങൾക്ക് എൻ്റെ വീഡിയോസൊക്കെ ഇഷ്ടമാണെങ്കിൽ പ്ലീസ് ഡു ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്. അപ്പോൾ ഞാൻ വേറൊരു വീഡിയോ ആയിട്ട് ഉടനെ വരാം. അപ്പോൾ അതെല്ലാവർക്കും ബൈ.